യജ്ഞങ്ങളുടെ ഒരു വലിയ സംരംഭത്തിന്റെ ഫലമാണ് അവന്റെ ഭക്ഷണപ്പലകയിൽ ഇരിക്കുന്ന ഭക്ഷണം എന്നതിനെ കുറിച്ച് അവൻ ആലോചിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന പ്രകൃതിയുടെ കൃത്യമായി പ്രകൃതി അനുകൂലമായി നിൽക്കുന്നതിന്റെ ഒക്കെ ഭാഗമാണ് ഭക്ഷ്യോൽപാദനം എന്ന് മാത്രമല്ല ഈ മഴക്കല്ലുകൾ പതുക്കെ ചേർന്ന് നിൽക്കാൻ എന്നിട്ട് അങ്ങനെ വിണ്ടു പോകുന്ന ആ ഭൂമിയുടെ ഉള്ളറകളിൽ നിന്നായി ഈ സസ്യലതാദികൾ മുളച്ചു പൊന്തം അതതിന്റെ പ്രകൃതിയാണ് നിലനിൽക്കേണ്ട അതിന്റെ എല്ലാ സാഹചര്യങ്ങൾക്കും അനുസൃതമായി തന്നെ മനുഷ്യൻ അതിനെ സൂക്ഷ്മമായി പരിരക്ഷിക്കുകയും അതിനാവശ്യമാകുന്ന എല്ലാ നിരക്കുമുള്ള വെള്ളവും വളവും നൽകി വളർത്തുകയും ചെയ്താൽ അത് പിന്നെ ഇടതൂർന്നു നിൽക്കുന്ന സസ്യലതാദികളുടെ ഒരു കൂട്ടമായി ഒരു തോട്ടമായി ഒക്കെ വളരുകയും മുന്തിരിത്തോപ്പുകളും ഈത്തപ്പനത്തോട്ടങ്ങളും മറ്റു ധാന്യങ്ങളുടെ ഉൽപാദനത്തിന്റെ പാടങ്ങളും ഒക്കെയായി അത് മാറുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചോദ്യമാണ് അന്നാ സബബിനൽ മാ അസബ്ബ, വെള്ളം എവിടുന്ന് വന്നു? നീ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശുദ്ധമായ അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുകയും നന്ദി ചെയ്യുകയും ചെയ്യാൻ അത് പ്രധാനമാണ്. അതുകൊണ്ടാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ പ്രഭാതത്തിലും സത്യവിശ്വാസ പ്രകൃതിയെക്കുറിച്ച്, പ്രകൃതിയിൽ ഓരോ മനുഷ്യനും ചെയ്യുന്ന അവന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതെല്ലാത്തിൻ്റെയും പരമമായ അധികാരം നിൽക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് നന്ദി ചെയ്തുകൊണ്ട് തുടങ്ങണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിൽക്കുന്നവനും കർഷകനാണ്, കൃഷി ചെയ്യുന്നവൻ പ്രധാനമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധരായ സ്വഹാബത്തിന്റെ ഇടയിൽ ഒരിക്കലൊരു വളരെ ബലിഷ്ഠ കരങ്ങളുള്ള ഒരു മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ കൈകളുടെ കരുത്ത് കണ്ടു സ്വഹാബാക്കൾ. നല്ല ബലമുള്ള കൈകൾ, നല്ല കരുത്തുള്ള കൈകൾ. ആ കൈകളുള്ള മനുഷ്യൻ കടന്നു വന്നപ്പോൾ സ്വഹാബാക്കൾ പരസ്പരം ഇങ്ങനെ വിചാരം ചെയ്തു. അവർ പറഞ്ഞു, ഇയാൾക്ക് ജിഹാദ് ചെയ്തുകൂടെ? അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തു ബലമുള്ള കൈകളുള്ള, എത്ര ബലിഷ്ഠമായ ശരീരമാണ് ഈ മനുഷ്യൻ്റെത് എന്ന് അവർക്കിടയിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ ബലമുള്ള കൈകൾ സ്വർഗത്തിലേക്കുള്ള കൈയാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണിയെടുക്കുന്ന കൈ, കർഷകന്റെ തഴമ്പുള്ള കൈ. അവൻ ഭൂമിയിൽ കിളച്ചു മറിക്കുമ്പോൾ അവന്റെ ശരീരത്തിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന മസിലുകൾ, അത് ആ രീതിയിൽ ബലിഷ്ഠമായി നിൽക്കുന്ന കൈകൾ. ആ കൈകളെ പിടിച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് സ്വർഗത്തിലേക്കുള്ള കൈകൾ. എന്തുകൊണ്ടാണ്? പണിയെടുക്കുക എന്നതിന് വലിയ പ്രാധാന്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇത് സംബന്ധമായിട്ട് ഹദീസുകളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, വഫീ ഹാദിഹിൽ അഹാദീസി ഫളീലത്തുൽ അർസ്, കൃഷിയുടെ വലിയ പ്രാധാന്യമാണ് ഇതിൽ കൂടുതലുള്ളത്. കൃഷി ചെയ്യുന്നവന്റെയും കൃഷി ചെയ്യുന്നതിന്റെയും പ്രാധാന്യം, കർഷകന് വലിയ പ്രാധാന്യമുണ്ട് എന്നർത്ഥം. വഫളീലത്തുസ് സർ, ഒന്ന് ചെടി നടുമ്പോഴും അതോടൊപ്പം തന്നെ ധാന്യവിളകൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴും അത് രണ്ടും കർഷക വൃത്തിയാണ്. ഈ രണ്ടിനെയുമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്ന ആൾ വഇന്ന അജ്റ ഫാഇലി ദാലിക മുസ്തമിറുൻ മാദാമൽ ഗർസു വസ്സർ വമാ തവല്ലദ മിൻഹു ഇലാ യൗമിൽ ഖിയാമ, അങ്ങനെ ചെയ്യുന്നവരുടെ പ്രതിഫലം നിരന്തരം നിലനിൽക്കുന്നു. മഹാനായ ഇമാം നവവി തന്റെ സ്വഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനമായ ശറഹ് മുസ്ലിമിൽ അദ്ദേഹം തന്നെ അത് വിശദീകരിക്കും. അതായത് ഈ ചെടി എത്രയും നിലനിൽക്കുവോളം കാലം, ഈ കൃഷി നിലനിൽക്കുവോളം കാലം, അതിന്റെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിരന്തരമുണ്ടാകുന്ന സൽഫലങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കുവോളം കാലം ഈ കർഷകന് അതിന്റെ സൽഫലം ലഭ്യമാകുന്നു എന്നാണ്
ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. അതാണ് മുസ്തമിറുൻ മാദാമൽ ഗർസു വസ്സർഉ വമാ തവല്ലദ മിൻഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കുവോളം അതിന്റെ ഫലം ലഭ്യമാകും. ആ കർഷകന് അതിന്റെ കൂലി കിട്ടും എന്ന് ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ പറയുന്നു. വഖദ് ഇഖ്തലഫൽ ഉലമാഉ ഫീ അത്യബിൽ മക്കാസിബി വ അഫ്ളലിഹാ. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ജോലി ഏതാണ് എന്നതിനെ കുറിച്ചുള്ള തർക്കമുണ്ടാകുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നടക്കപ്പെടുന്ന ചർച്ചകളുടെ ഒക്കെ ഭാഗമാണ്. അതുകൊണ്ട് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രേഷ്ഠമായതിൽ ഏറ്റവും പ്രധാനം കച്ചവടമാണ് എന്ന് ചില ആളുകളുടെ അഭിപ്രായമുണ്ട്. അതോടൊപ്പം മറ്റു ചില ആളുകളുടെ അഭിപ്രായം അങ്ങനെയല്ല, മറിച്ച് മറ്റു ജോലികളാണ്, മറ്റു തരത്തിലുള്ള ജോലികളാണ്, തൊഴിലാണ്. എന്നാൽ എന്നാൽ മറ്റൊരു അഭിപ്രായം കൃഷിയാണ്. എന്നിട്ട് ഇമാം നബവി പറയുന്നു വഹുവ സ്വഹീഹ്, ആ അഭിപ്രായമാണ് കൂടുതൽ പ്രബലമായത്. അഥവാ കൃഷി ചെയ്യുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമായ ഒരു പണി എന്നാണ് മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചു തരുന്നത് എന്നർത്ഥം. ഞാൻ ഇങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായും മനസ്സിലാവും. നമ്മുടെ രാജ്യത്ത് കർഷകൻ ഇന്ന് വലിയ ഒരു സമരത്തിന്റെ മുമ്പിലാണ്. രണ്ടുപേരെ കുറിച്ചാണ് സത്യത്തിൽ ഇന്ത്യയിൽ വലിയൊരു മുദ്രാവാക്യം വരുന്നത്. ഒന്ന് ജയ് ജവാൻ, മറ്റൊന്ന് ജയ് കിസാൻ. ഒന്ന് ജവാൻ, അതിർത്തി കാക്കുന്നവൻ. മറ്റൊരാൾ ഇന്ത്യയിൽ സത്യത്തിൽ ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനെ ഇല്ലാതാക്കുന്ന വിധം ഇന്ത്യയെ കാക്കുന്നവൻ എന്ന് വിളിക്കണമെങ്കിൽ ഇന്ത്യയുടെ ഗ്രാമഹൃദയങ്ങളിൽ തന്റെ വിയർപ്പുതുള്ളികളെ ഒപ്പിയെടുത്ത് സ്വയം അർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഈ ഭൂമിയിൽ പണിയെടുത്തു ജീവിക്കുന്ന കർഷകനാണ് എന്നതാണ് സത്യം. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യണമെന്ന് ഗാന്ധിജി പറയാൻ കാരണം അവിടെ കാണുന്ന കർഷകൻ, നിഷ്കളങ്കനായ കർഷകൻ, അവൻ ജോലിയെടുത്ത് കിട്ടുന്നതിന്റെ മൂലധനം എന്ന് പറയുന്നത് മുഴുവനും പലപ്പോഴും ദാരിദ്ര്യമായി മാറാറുണ്ട്. ആ ദാരിദ്ര്യം കൊണ്ടാണ് പ്രതിവർഷം ഏതാണ്ട് 12,000-ഓളം വരുന്ന കർഷകൻ ആത്മഹത്യ ചെയ്ത് കളയുന്ന, സ്വയം ഹോമിച്ചു കളയുന്ന, സ്വയം ജീവിതം തീർത്തു കളയുന്ന തരത്തിൽ ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുകൂടി നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ആ കർഷകനെയാണ് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കരുത്തുള്ള കൈകളിൽ പിടിച്ചിട്ടാണ് ഇത് സ്വർഗപ്രവേശത്തിന് ഉതകുന്ന കൈയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരിശുദ്ധ റസൂലിന്റെ മൃദുലമായ കരങ്ങളിൽ തന്റെ കരം വെച്ചുപോയാൽ അത് അള്ളാഹുവിന്റെ പ്രവാചകനെങ്ങാനും ബുദ്ധിമുട്ടാകുമോ എന്ന് ചിന്തിച്ചു നിൽക്കുന്ന, മാറി നിൽക്കുന്ന മനുഷ്യനെ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് ഈ കരം ഇത് സ്വർഗത്തിലേക്കുള്ള കരമാണ് എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, അവസാനത്തെ സമയം വരുമ്പോ നിങ്ങൾ ദജ്ജാൽ വരുന്നു എന്ന് കേൾക്കുന്ന നാളുകളിൽ ഒരു പ്രതീക്ഷയും ഈ ഭൂമിയിൽ ഇല്ലാത്ത വിധം ഈ പ്രപഞ്ചം അവസാനിച്ചു പോകാവുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ പോയി നടണേ, നിങ്ങൾക്ക് പിന്നെയും ഒരു യുഗം ജനിപ്പിക്കാൻ സാധ്യമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പക്ഷേ ലോകത്ത് ഇങ്ങനെ പറഞ്ഞ മറ്റാരെങ്കിലും ഉണ്ടാകും. ഫഇദാ സമിഅതും ബിദ്ദജ്ജാൽ, ദജ്ജാൽ വരുന്നു എന്ന് നിങ്ങൾ കേട്ടു തുടങ്ങി, ഖിയാമത്ത് നാൾ അടുത്തു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടു തുടങ്ങി. ഖിയാമത്ത് നാൾ അടുത്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടു തുടങ്ങുമ്പോൾ അത്ര ഭീകരമായ ഒരു സന്ദർഭം നിങ്ങളുടെ മുമ്പിൽ വന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? തീരെ പ്രതീക്ഷയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ്. അങ്ങനെ വരുന്ന ഒരു ഘട്ടം വരുന്നു എന്ന് വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഫിയതി അഹദിക്കും ഫസീലത്തുൻ, നിങ്ങളുടെ കയ്യിൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ചെടി ഉണ്ട് എന്ന് വരിക എങ്കിൽ ആ ചെടി എടുത്ത് നിങ്ങൾ നടണം. ആ ചെടി നടണം. ആ ചെടി നട്ടാൽ നിങ്ങൾക്ക് ജീവിക്കാൻ അത് മതിയാകും. അലാ ഇന്നൽ ഇന്നാസി ഐശൻ ബഅദഹു, ശേഷം ഒരു സമൂഹത്തിന് ജീവിക്കാൻ അത് മതിയാകും എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു വലിയ പ്രാധാന്യം! അതന്നെയാണ് പരിശുദ്ധ ഖുർആനും ചോദിക്കുന്നത്. നിങ്ങൾ ഈ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ പ്രകൃതിപരമായി ഈ കൃഷി ചെയ്തുണ്ടാക്കുന്നതും ആ കൃഷി ചെയ്യാൻ ഉതകുന്ന പ്രകൃതിയെയും ഉണ്ടാക്കിയെടുത്തതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എവിടെന്നാ ഈ വെള്ളം വന്നതെന്ന്, എന്നിട്ട് എങ്ങനെയാണ് ഭൂമിയുടെ ഗർഭങ്ങളിലേക്ക് ഒരു തുള്ളി വെള്ളം വീണ്
അതതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചേർന്നു നിൽക്കുമ്പോൾ അതിൽ നിന്ന് മുളച്ചു പൊന്നുന്ന ഓരോ സസ്യലതാദിയെയും കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ആ പ്രോസസ് നടക്കുന്നതെന്ന്? അത് നടന്നാൽ മാത്രം പോരല്ലോ. അവിടെ നിന്ന് വിള കൊയ്തെടുത്ത് എന്നിട്ട് അതിന്റെ മുഴുവൻ പ്രോസസ്സുകളും നടന്ന് പിന്നീട് മാർക്കറ്റുകളിലെത്തി ആ മാർക്കറ്റുകളിൽ നിന്നുള്ള വിതരണ ശൃംഖലയിലൂടെ കടന്നു വന്ന് നിന്റെ അടുക്കളയിൽ എത്തണം. നിന്റെ അടുക്കളയിൽ നിന്ന് അത് നിന്റെ ഭക്ഷണ തളികയിൽ എത്തണം. അള്ളാഹു ചോദിക്കുന്നു, ഫൽയൻദുർ ഇലാ തുആമി. അത്രയും വലിയ അർത്ഥത്തിലുള്ള ഒരു വലിയ പ്രോസസ് ഈ ഭക്ഷണത്തിന്റെ ഒരു തരി ധാന്യത്തിന് ഉണ്ടെന്ന ബോധ്യത്തെ നീ കൃത്യമായി ഒന്ന് ചിന്തിച്ചു നോക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. നമ്മൾ ആലോചിച്ച് നോക്കാറുണ്ടോ? തന്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണം എന്റെ മാത്രമല്ല, ഏതോ പഞ്ചാബിലെ ഗോതമ്പ് പാടങ്ങളിൽ പണിയെടുത്ത പാവപ്പെട്ടവന്റെ യജ്ഞത്തിന്റെ ഫലം, ആന്ധ്രയിലെ പാടങ്ങളിൽ പണിയെടുത്ത പാവപ്പെട്ട കർഷകൻ അവൻ വിളവിച്ചെടുത്തിട്ടുള്ള നെല്ല് അത് കുത്തി പാകമാക്കി അത് പിന്നീട് അത് മറ്റു പലതരത്തിലുള്ള പരിപാടികളിലൂടെയും കടന്നു വന്ന് അങ്ങനെ അത്തരം പ്രക്രിയകൾക്കൊക്കെ ശേഷം നിന്റെ വീട്ടിൽ എത്തിച്ചേർന്ന ആ തരി ധാന്യം, ആ ധാന്യത്തിൽ നിന്നാണ് നീ ഇപ്പോ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചോദ്യം, പ്രകൃതിയിൽ ഇത്ര മനോഹരമാക്കി തന്നിട്ടുള്ള പടച്ചതമ്പുരാനെ കുറിച്ച് ആലോചിക്കുന്നുവോ? فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا. കൃഷിയും പ്രകൃതിയും ഖുർആന്റെ ഒരു വലിയ പ്രമേയമാണ്. സൂറത്തുൽ കഹ്ഫിൽ 2 കർഷകരെ കുറിച്ച് പറയുന്നു. അവിടെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൃഷിയുടെ ഒരു പ്രഫുല്ലമായി നിൽക്കുന്ന അതിന്റെ ഒരു ശോഭനമായ അവസ്ഥയെ അല്ലാഹു വിശദീകരിക്കുന്നു. സ്വർഗത്തിൽ എന്താ അവസ്ഥ? സ്വർഗത്തിലും അങ്ങനെ തന്നെ. സ്വർഗത്തിലും ഏറ്റവും മനോഹരമായി നിൽക്കുന്നത് എന്താ? സൂര്യരശ്മി പോലും പതിക്കാതെ നിൽക്കുന്ന ഇടതൂർന്ന ഹരിതവനങ്ങൾ പോലെ, മഴക്കാടുകൾ പോലെ മനോഹരമായി നിൽക്കുന്ന അത്തരം തോട്ടങ്ങളെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശദീകരിച്ചത്. അതന്നെയാണ് ഇവിടെയും വഹദാഇക ഗുൽബ, ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങൾ. അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? അവിടെയൊക്കെ എങ്ങനെയാണ് ഈ കൃഷി, ഇതിൽ നിന്ന് ലഭ്യമാകുന്ന അർത്ഥത്തിലുള്ള ഫലങ്ങൾ, അതിന്റെ ധാന്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ മനുഷ്യൻ ആലോചിക്കാറുണ്ടോ? മുന്തിരിത്തോട്ടങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ആലോചിക്കാറുണ്ടോ? ഈ ഭൂമിയിൽ ഇങ്ങനെ വിള ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ? അതിന്റെ പിന്നിൽ നിൽക്കുന്ന ഓരോ പ്രോസസ്സും ഓരോ പ്രക്രിയയും കുറിച്ച് ആലോചിക്കാറുണ്ടോ? അള്ളാഹുവിന്റെ ചോദ്യം അത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ പഠിക്കാനും അന്വേഷിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്യുമ്പോൾ ഈ പ്രകൃതിയിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഇത്തരത്തിലുള്ള അത്ഭുതകരമായ ഓരോ പ്രക്രിയയെയും കുറിച്ച് പഠിക്കണം. അതിൽ നിന്ന് അള്ളാഹുവിനെ അറിയണം. അതിൽ നിന്ന് മനുഷ്യനിൽ തന്നെ ഇത്തരത്തിൽ പ്രയത്നം ചെയ്യുന്ന ഇത്തരം ആളുകളെ കുറിച്ച് അറിയണം എന്ന് മാത്രവുമല്ല, അങ്ങനെ കൃഷി ചെയ്യുന്നതിന്റെ വലിയ പ്രാധാന്യം തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മാ കാനത്ത് ലഹു അർളുൻ, ഒരു സത്യവിശ്വാസിക്ക് ഭൂമിയുണ്ട്, വെറുതെ കിടക്കാൻ പാടില്ല എന്നാണ് ഭൂമി. ഇന്ന് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്താൽ എത്ര ഭൂമികളാണ്, എത്ര സ്ഥലങ്ങൾ. ഒരു കാലത്ത് ഈ കേരളത്തിന്റെ നെല്ലറ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഭാഗമാണ് തൃശ്ശൂർ ജില്ല. പക്ഷെ തൃശ്ശൂർ ജില്ലയിലെ ഈ ഭാഗത്തോടെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? കൂടുതലും തരിശു ഭൂമികളാണ്, വെറുതെ പാടങ്ങൾ, ഒന്നും ചെയ്യാത്ത പാടങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ കാനത്ത് ലഹു അർളുൻ ഫൽയസ്റഅഹ, ഒരാൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ അയാൾ അതിൽ കൃഷി ചെയ്യണം. ഇനി അത് കൃഷി ചെയ്യാൻ നിനക്ക് പറ്റുന്നില്ല എന്ന് വന്നാൽ ഫൽയംനഹ അഖാഹു, അത് തന്റെ സഹോദരന് ആവശ്യമെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടി കൊടുക്കണം, ഔദാര്യപൂർവ്വം കൊടുക്കണം. ഇനി അതൊന്നും ചെയ്യാതെ കിടക്കുകയാണെങ്കിൽ ഫൈനബ, അതൊക്കെ ചെയ്യാതെ മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയിലാണ് അതുണ്ടെങ്കിൽ ഫൽയുംസക് അർളുഹു, അവന്റെ ഭൂമിയെ പിടിച്ചെടുക്കപ്പെടണം എന്നാണ്. ഗവൺമെന്റ് പിടിച്ചെടുക്കണം. കാരണം കൃഷിയില്ലാത്തൊരു ഭൂമി മരിച്ചു കിടക്കുന്ന ഒരു ഭൂമിയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നത് 1400 കൊല്ലം മുമ്പാണ്. ഇന്നിപ്പോ ഇത് സംബന്ധമായി ഇന്നിപ്പോ ഈ കർഷക സമരങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 3 പ്രധാന ബില്ലുകൾ വന്നു. ആ 3 ബില്ലും കർഷകനെ, 2 ബില്ലുകൾ കർഷകനെ തന്നെ ചതിക്കുന്ന ബില്ലുകളായി. മൂന്നാമത്തത് കരിഞ്ചന്ത പ്രോത്സാഹിപ്പിക്കുന്ന ബില്ലായി. ഇത് സംബന്ധിച്ചുള്ള അത് പഠനങ്ങളൊക്കെ വ്യക്തമാക്കുന്നതും അത് സംബന്ധിച്ചിട്ടുള്ള സാമാന്യമായിട്ടുള്ള പഠനങ്ങളിൽ തന്നെ കൃത്യമായി പഠിക്കാൻ കഴിയുന്നതുമാണ് ഇതെല്ലാം. കാരണം ഇവിടെ എല്ലാം
വലിയ കോർപ്പറേറ്റുകൾക്ക് കർഷകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അവനു തന്നെ അവസാനം വില നിശ്ചയിക്കാനും അതിന് ഗവൺമെന്റിന്റെ മാധ്യസ്ഥമില്ലാതെ, അതായത് താങ്ങുവില എന്ന് പറയുന്ന മാർക്കറ്റ് സമ്പ്രദായം ഇല്ലാതെ ആ രീതിയിൽ കർഷകനും കോർപ്പറേറ്റും തമ്മിൽ ഇടപെടുകയും അവസാനം കർഷകൻ ചതിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ പാസാക്കിയിട്ടുള്ള കർഷക നിയമങ്ങൾ. ഈ നിയമങ്ങളെ കുറിച്ച് പോലും ആദ്യം പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് പ്രശസ്തമായ ഹദീസാണ്. ഇപ്പോ വന്നതൊന്നുമല്ല കേട്ടോ, ഇപ്പോ ഉണ്ടായതൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ തതലഖൗ സിൽഅ ഹത്താ യുഹ്ബത ബിഹാ ഇലൽ അസ്വാഖ്. ചന്തയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചരക്കും വിൽക്കപ്പെടാതിരിക്കട്ടെ. ചന്തയിലെത്തണം, അതിനു മുമ്പ് ഒരു ഇടനിലക്കാരൻ വന്ന് അത് വാങ്ങുകയും എന്നിട്ട് അതിന് വില കൊടുക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ രണ്ടു കെണി ഉണ്ടാകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒന്ന് അത് പലപ്പോഴും വില കയറ്റത്തിന് പ്രധാനപ്പെട്ട കാരണമാവുകയും അതുവഴി കരിഞ്ചന്ത പ്രോത്സാഹിപ്പിക്കപ്പെടുകയും പൂഴ്ത്തിവെൽപ്പുണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ദോഷം. അതുവഴിയും മനുഷ്യരെ മുഴുവനും വഞ്ചിക്കപ്പെടുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊക്കെ എന്ന് പറഞ്ഞതാണ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു മധ്യസ്ഥനായ ഒരാൾ വന്ന് അത് വാങ്ങുമ്പോൾ പലപ്പോഴും അവന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അതുവഴി കർഷകന് കിട്ടേണ്ട വില ലഭ്യമാകാതെ പോവുകയും ചെയ്യുന്ന ചതി ഉണ്ടാകുന്നു. ആ ചതി അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യബീഅ ഹാദിറുൽ ലിബാദിൻ വ ഇൻ കാന അഖാഹു ലി അബീഹി വ ഉമ്മിഹി. നഗരവാസി ചെന്ന് കർഷകൻ കച്ചവടം ചെയ്യാൻ വേണ്ടി വരുന്ന അവന്റെ ചന്തയിലേക്ക് അവൻ എത്തുന്നതിന് മുമ്പ് അത് പോയി വാങ്ങാനുള്ള ശ്രമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ട് പറയുന്നു, ഇനി ഈ കർഷകന്റെ വാപ്പയുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെയോ, അതായത് വാപ്പയും ഉമ്മയും ഒത്ത എന്ന് പറയുന്ന സഹോദരനാണെങ്കിലും ശരി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത്രയും അടുപ്പമുണ്ടാക്കിയാൽ പോലും അങ്ങനെയാണല്ലോ കോർപ്പറേറ്റുകൾ ഇപ്പോൾ പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന കോർപ്പറേറ്റുകളുടെ മുഴുവനും നേതാവായ പ്രധാനമന്ത്രി അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ പ്രധാനമന്ത്രി പറയുന്നത് എന്താണ്, ഇത് കർഷകന് ഉപകാരപ്രദമാണെന്നാണ്. എന്താ കർഷകന് ഉപകാരം? കർഷകന്റെ വീട്ടിൽ ചെന്ന് തന്നെ ഇത് വാങ്ങാൻ ഒരു ബഹുരാഷ്ട്ര കുത്തക മുതലാളിയെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വലിയ കുത്തക മുതലാളിമാരെ ഏൽപ്പിക്കുകയും ആ മുതലാളി ചെന്ന് അത് വാങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ കർഷകനല്ലേ ഏറ്റവും കൂടുതൽ ലാഭം ആണ്. പ്രത്യക്ഷാർത്ഥത്തിൽ ലാഭം അതാണ്. ഇവിടെയും അതാണ്. നീ ചന്തയിലേക്ക് വരണ്ട, ചന്തയിലേക്ക് വരുന്നതിന് മുമ്പ് നിന്റെ അടുക്കൽ വന്നൊരു മധ്യസ്ഥനായി നിൽക്കുന്നയാൾ അത് വാങ്ങും. അങ്ങനെ വാങ്ങുന്നത് തെറ്റാണ് എന്ന് പ്രത്യക്ഷാർത്ഥത്തിൽ തോന്നാതിരിക്കവേ എത്രയോ നൂറ്റാണ്ട് മുമ്പാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത്, ചന്തയിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ ചരക്ക് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു പട്ടണവാസി അവൻ ആ ഗ്രാമീണനെ ചിലപ്പോൾ ചതിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നിരോധിച്ചത്. എന്തൊരു വലിയ കാഴ്ചപ്പാടാണ്, എന്തൊരു വലിയ കാഴ്ചപ്പാടാണ് ഇത്. ഇപ്പോ വന്നതല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇതൊക്കെ ചർച്ച ചെയ്യപ്പെട്ട ഹദീസുകളാണ്. അങ്ങനെ ഇടക്ക് നിന്ന് അങ്ങനെ വാങ്ങുമ്പോൾ കരിഞ്ചന്തക്ക് കാരണാകാം. കാരണം ഇത് പലപ്പോഴും നഗരവാസികൾക്ക് തന്നെ ലബ്ധമാകാതെ ഇവൻ തന്നെ പൂഴ്ത്തിവെക്കാനും പിന്നെ ഒരു സമയത്ത് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അത് കൊടുക്കാനും ഒക്കെ കാരണമായി തീരാനുള്ള ഒരു കാരണം ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. അങ്ങനെ പൂഴ്ത്തിവെപ്പുണ്ടാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇതുപോലെ തന്നെ ആ ഗ്രാമീണൻ വഞ്ചിക്കപ്പെടും. എന്തുകൊണ്ടാണ്? ഇവിടെ നിലനിൽക്കുന്ന മാർക്കറ്റ് സംവിധാനത്തിന്റെ ഉള്ളിലുള്ള വിലയോ അല്ലെങ്കിൽ ആ വില സംബന്ധമായിട്ടോ അറിയാതെ പോകുന്ന ഒരു സാഹചര്യം ഗ്രാമീണന് പിന്നെ പതിയെ ഉണ്ടാകും. അതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അവസാനം ഈ മാർക്കറ്റ് നിശ്ചയിക്കേണ്ട ഗവൺമെന്റ് അതിൽ നിന്ന് മാറി നിൽക്കുകയും ഇവർ രണ്ടുപേരും തമ്മിലായി മാറുന്ന ഒരു കോൺട്രാക്റ്റായി അത് മാറുകയും അവസാനം ചതിക്കപ്പെട്ട കർഷകന് ഈ ബഹുരാഷ്ട്ര കുത്തക മുതലാളിയുമായി കോടതി വ്യവഹാരങ്ങൾ നടത്താനാവാതെ ഇപ്പോൾ എത്ര വട്ടമാണോ അവൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനേക്കാൾ 10 മടങ്ങ് ആത്മഹത്യ ചെയ്യാനുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഈ ബില്ല് വരാൻ പോകുന്ന വലിയ കുഴപ്പം. അതേ കുഴപ്പത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ പറഞ്ഞത്, ചന്തയിലെത്തുന്നതിന് മുമ്പ് ചരക്കുകൾ വാങ്ങപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. ചന്തയിലെത്തുന്നതിന് മുമ്പ് ചരക്കുകൾ വാങ്ങപ്പെടുമ്പോൾ അത് സാമ്പത്തികമായിട്ടുള്ള സന്തുലിതാവസ്ഥകളെ തകർക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ഇടനിലക്കാരൻ വരുന്നു.
ആ ഇടനിലക്കാരന്റെ സ്വാതന്ത്ര്യത്തിനനുസൃതമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നു എന്ന് വന്നാൽ, ആ ഇടനിലക്കാരന് അങ്ങനെ സ്വതന്ത്രമായി ഇതിൽ വ്യവഹാരം ചെയ്യാം എന്ന് വന്നാൽ മുഴുവനും അവന്റെ കൈകളിൽ ഒതുങ്ങുന്ന ഒരു സാമ്പത്തിക ക്രമമായി അത് മാറുകയും അവന്റെ കൈകളിലേക്ക് മാത്രം സമ്പത്ത് കുമിഞ്ഞുകൂടുകയും ഒരു ഭാഗത്ത് ദാരിദ്ര്യത്തിന്റെ, പരമദാരിദ്ര്യത്തിന്റെ, അതുണ്ടാക്കിയെടുക്കുന്ന സകല കെടുതികളുടെയും ഒരു വലിയ ദൂഷ്യം സമൂഹം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. എത്ര കൃത്യമായ ദീർഘവീക്ഷണം! അതുതന്നെയാണ് ഇന്ന് ഇത് സംബന്ധമായിട്ടുള്ള മുഴുവൻ സമരങ്ങളെയും കുറിച്ച്, ഇത് സംബന്ധമായിട്ടുള്ള പ്രതിഷേധങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കോർപ്പറേറ്റ് മുതലാളിയെ സംബന്ധിച്ചിടത്തോളം കർഷകനുമായി നേരിട്ട് ഇടപെടാനും അവന്റെ കൈകളിൽ നിന്ന് ഈ സാധനങ്ങൾ അവൻ നിശ്ചയിക്കുന്ന വിലക്ക് വാങ്ങാനും സാധിക്കുന്നു എന്ന് മാത്രമല്ല, അവസാനം കർഷകൻ ഇവൻ വില കൊടുത്തു വാങ്ങുന്ന ഒരു അടിമയായി മാറുന്ന സാഹചര്യം ഉണ്ടാവുകയും അതുവഴി ഈ കോർപ്പറേറ്റ് മുതലാളിയുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് മാത്രം കൃഷി ചെയ്യേണ്ടി വരുന്ന, അവന്റെ ഇച്ഛകൾക്കനുസരിച്ച് മാത്രം നിലകൊള്ളേണ്ടി വരുന്ന, യാതൊരു സ്വാതന്ത്ര്യവും തന്റെ സ്വന്തം പാടത്ത് തന്റെ സ്വന്തം യജ്ഞത്തിൽ ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അടിമ പോലെ പണിയെടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു നിയമം, അങ്ങനെ ഒരു കരിനിയമം ഇന്ത്യ മഹാരാജ്യത്ത് വരികയാണ്. അതിനെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ ബില്ലുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റ ബില്ലുകൊണ്ട് തീർക്കുന്നുണ്ട്. ഏതാണത്? അതായത് ഈ രീതിയിൽ വ്യവസ്ഥാപിതമായ സംവിധാനമുള്ള മാർക്കറ്റിലേക്ക് വരാതെ ചരക്കുകൾ ഇടക്ക് വെച്ച് വാങ്ങപ്പെടുകയും അങ്ങനെ കർഷകൻ ചതിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തെ സ്വന്തം സഹോദരന്മാർ തമ്മിൽ തന്നെ ചെയ്താലും അത് തെറ്റാണെന്ന് പഠിപ്പിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം സഹോദരൻ തന്നെ ചെയ്താലും അങ്ങനെ ഉണ്ടാകുന്ന ഒരു വലിയ വഞ്ചന, അതുണ്ടാക്കുന്ന വലിയ അർത്ഥത്തിലുള്ള ഒരു വഞ്ചനയെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായി നമ്മളെ പഠിപ്പിക്കാൻ. ഞാനതുകൊണ്ട് പറയാം, ഈ കർഷകൻ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ പോരാട്ടത്തോട് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു മനസ്സോടെ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അവന്റെ ജീവൻ പോരാട്ടം, ജീവൻ മരണ പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. സത്യത്തിൽ കോർപ്പറേറ്റുകളോട് ചേർന്ന് നിൽക്കുക എന്ന ഫാസിസത്തിന്റെ തന്ത്രം, നിരന്തരം ഫാസിസം തങ്ങളുടേതായ ചില ഇംഗിതങ്ങൾ മാത്രം നടപ്പിലാക്കുകയും തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന വിധത്തിൽ ഇത്തരം ബില്ലുകൾ ചുട്ടെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതിനെ വിലയിരുത്തുകയാണ്, നമ്മൾ അതിനെ പഠിക്കുകയാണ്. വളരെ പ്രധാനമായി ഞാൻ ഈ സാഹചര്യത്തെ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് പറയാണ്. അതായത് കർഷകനും കൃഷിയും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പ്രോത്സാഹിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മുസ്ലിം ഒരു കൃഷി ചെയ്താൽ ആ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് അവൻ സ്വയം ആഹരിച്ചതാകട്ടെ, അല്ലെങ്കിൽ ഒരു പക്ഷി അത് കൊത്തിക്കൊണ്ടുപോയതാകട്ടെ, ഒരു മൃഗം കടിച്ചെടുത്തതാകട്ടെ, ആരെങ്കിലും കട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയതാകട്ടെ, എന്നാലും അത് സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന് പ്രയോജനം ചെയ്തില്ലെങ്കിലും എന്നർത്ഥം. അവന് സ്വന്തമായി അത് പ്രയോജനം ചെയ്തില്ലെങ്കിലും സദഖയാണ്. അവന് പ്രയോജനം ചെയ്യുന്നത് സദഖയാണ്. ഒരു മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ, ഒരു ചെടി നടുന്നു, ഔ യസ്റഉ സറഅൻ, അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുന്നു. അങ്ങനെ കൃഷി ചെയ്തിട്ട് ആ വസ്തു അവൻ സ്വയം ആഹരിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ കുടുംബക്കാർക്ക് ആവശ്യമായത് ചെയ്യുന്നു. ഇല്ല, അത് ഏതെങ്കിലും പക്ഷിയോ അല്ലെങ്കിൽ മൃഗങ്ങളോ എടുത്തുകൊണ്ടു പോകുന്നു, ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, എന്നാലും അതെല്ലാം സദഖയായി പരിഗണിക്കപ്പെടുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പരിഗണിക്കപ്പെടും. അങ്ങനെ പരിഗണിക്കപ്പെടാവുന്ന വിധം കൃഷിക്ക് വലിയ പ്രോത്സാഹനം കൊടുത്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ കൃഷി ചെയ്താൽ മതി, അതിന് സദഖയാണ്. നമ്മുടെ അടുക്കളത്തോട്ടമായി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു പൂവ് വിരിഞ്ഞു വരുന്നതിന്റെ സന്തോഷം പോലും എത്ര വലുതാണ്. കൃഷി മാത്രമല്ല, ഒരു പൂ വിരിഞ്ഞു വരുന്നതിന്റെ സന്തോഷം ഒരു കർഷകന് അതിനേക്കാൾ വലിയ ആനന്ദമുണ്ട്. കൃഷി ശരിക്കും പറഞ്ഞാൽ ഒരു ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് ആ ചെടിയെപ്പോലും ഉന്മാദിപ്പിക്കുന്നു എന്നാണ്. ആ ചെടിയെപ്പോലും ഭൂമിയിൽ ചേർന്ന് നിൽക്കുക എന്നത് മനുഷ്യന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഇന്ത്യയുടെ സംസ്കാരത്തെ പഠിക്കുമ്പോൾ നമ്മൾ ഈ വേദങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം കർഷകനാണ്. കർഷകന്റെ പ്രാർത്ഥനകൾ. അവനാണ് സത്യത്തിൽ ഈ ഗോവിനെ കൊണ്ട് നടന്നത്. ആരാ ഈ പശുവിന്റെ പിന്നാലെ പോയ ആള്? പശുവിനെ കൊണ്ട് നടന്നത് കർഷകനാണ്. ഗോവ് എന്ന് പറയുമ്പോൾ കേവലം പിന്നെ പശു എന്ന് മാത്രമല്ല,
ആരോ ചോദിച്ചല്ലോ പശു ആണോ അത് മാത്രമാണോ വിഷയം, എങ്കിൽ പിന്നെ കാളയോ എന്ന് ചോദിച്ചല്ലോ, എങ്കിൽ കാളയും അതിൽപ്പെട്ടതാണ്, ഗോവി. എങ്കിൽ ആ ഗോവ് ഇവിടെ പാടം ഉഴുതും വെറിച്ച് തരുന്ന ഗോവ്. അതുകൊണ്ടാണ് അതിനെ വല്ലാതെ സ്നേഹിച്ചത്. അറബി ഒട്ടകത്തെ സ്നേഹിച്ച പോലെ അറബിക്ക് ഒട്ടകം പോലെയായിരുന്നു ഇന്ത്യയിലെ പൗരാണിക കാലത്തെ കർഷകന് ഈ പശു. എന്തുകൊണ്ടാണ്? അവന്റെ ജീവിതമായിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയല്ലാത്ത ഒരു പ്രാർത്ഥനയും നമുക്ക് വേദങ്ങളിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബ്രാഹ്മണന് എന്ന് പറയുമ്പോൾ തന്നെ പശുവിനും എന്ന് കൂടി പറയാറുണ്ട്. പശു, ഗോവ്, ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം, ഒരു പ്രാർത്ഥനയാണ്. അതിനുശേഷം ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. അല്ല, ആദ്യം പറയുന്നത് ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം. ഗോവിനും ബ്രാഹ്മണനും സുഖമുണ്ടാകണം. ഗോവിനെ എന്തിനാ അങ്ങനെ ആക്കിയത്? ഗോവ് ഇന്ത്യയുടെ സമ്പത്തിന്റെ പ്രതീകമായതുകൊണ്ട്. അല്ലാതെ അത് പ്രത്യേക ആരാധനാമൂർത്തിയായിട്ടൊന്നും എവിടെയും കാണില്ല. പക്ഷെ അത് ഇന്ത്യയുടെ സമ്പത്തിന്റെ പ്രതീകമായിരുന്നു, അറബിക്ക് ഒട്ടകം പോലെ. അതുകൊണ്ടാണ് അതിന്റെ പിന്നാലെ നടക്കുന്നവനെ ഗവേഷകൻ എന്ന് വിളിച്ചത്. ഗവേഷകൻ, ഗോവിനെ പിന്നാലെ നടന്ന് പരിരക്ഷിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഗവേഷകൻ. ഇന്ത്യയിലെ വിദ്യാർത്ഥിയെ വിളിക്കുന്ന പേരാണ് ഗവേഷകൻ. അവിടെ നിന്നാണ് ഗവേഷണം ഉണ്ടായത്. ഗോവ്, ഈഷണം, ഗവേഷണം, അതാണ്. അപ്പൊ ഇന്ത്യൻ സംസ്കൃതിയുടെ ഭാഗമായി നിൽക്കുന്ന ഒന്നാണ് കർഷകനും ഗോവും പാടവും എല്ലാം. ലോകത്തെ മതങ്ങളുടെയും ആത്മാവിന്റെയും സംസ്കാരം പറഞ്ഞ എല്ലാ ഇടങ്ങളിലും ഈ പാഠം, ഈ കൃഷി, ഈ സംസ്കാരം നിലനിന്നു. അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൈക്കരുത്ത് സ്വർഗത്തിലേക്കാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അവിടെയൊക്കെ പ്രധാനം, എല്ലാം പഠിക്കുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം ഇതിൽ നിന്നൊക്കെ ഒറ്റ ചോദ്യത്തിലേക്കാണ് അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിന്റെ ഒക്കെ പരമാധികാരിയായി നിൽക്കുന്ന അള്ളാഹു ഈ ഭൂമിയിൽ ചെയ്യുന്ന ഓരോ നന്മയുടെയും, ആ നന്മകൾ പ്രസരിപ്പിക്കുന്ന ഓരോ മനുഷ്യന്റെയും, അതുവഴി ഉണ്ടാകുന്ന ഓരോ പ്രക്രിയയുടെയും ഭാഗമാണ് നിന്റെ ജീവിതം എന്ന് പറയുമ്പോൾ നീ ഒറ്റയാളായി ജീവിക്കാൻ കഴിയില്ല. സമൂഹം, ഈ പ്രകൃതി, ഈ പ്രകൃതിയുടെ ഉടമസ്ഥനാകുന്ന അള്ളാഹു, എല്ലാ ബന്ധിതമായി നിൽക്കുന്ന ഒരു സാമൂഹിക ജീവിതം, അതാണ് നിന്റെ ജീവിതം. ആ ജീവിതത്തോട് ചേർന്ന് നിൽക്കാതെ നിനക്ക് ജീവിക്കാനാവില്ല. ഒറ്റ മനുഷ്യനല്ല, മനുഷ്യൻ എന്ന കൂട്ടായ്മയാണ്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ. അതാണ് ഭക്ഷണത്തെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി, ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനുണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.